ഹലോ ഗൈസ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നലെ മൂൺ വാക്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പം പടത്തിനെ കുറിച്ച് പറയാം. അഭിനയിച്ചിരിക്കുന്നവർ അനുനാഥ് VP, സുജിത്ത് പ്രപഞ്ചൻ, മോസസ് ആറ്, സഞ്ജന സഞ്ജന DOSS, ശ്രീകാന്ത് മുരളി, മീനാക്ഷി രവീന്ദ്രൻ. ഇവർ രണ്ടുപേരെ മാത്രമേ എനിക്ക് ഈ സിനിമയിൽ അറിയുള്ളൂ. ശ്രീകാന്ത് മുരളിയുടെ ക്യാരക്ടറിലെ മെയിൻ ഒരു പയ്യൻ, നമ്മുടെ അനുനാഥ് VP എന്ന് പറഞ്ഞ വേറെ കുറച്ച് അണ്ണന്മാരൊക്കെ ഉണ്ട് കേട്ടോ സിനിമയിൽ. എല്ലാവരുടെയും പേര് ബുക്ക് മൈ ഷോയിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അത് മാത്രമല്ല, എനിക്ക് അവരുടെയൊക്കെ പേര് ചകഞ്ഞെടുക്കണേ നല്ലത് ഓരോരോ ക്യാരക്ടേഴ്സിനെ പറയണതാണ്. സുര എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഒരു ചേട്ടനുണ്ട്. കിടിലൻ ഡാൻസ് പെർഫോമൻസ് ആണെങ്കിലും പുള്ളീൻ്റെ ഇമോഷൻസ് ആണെങ്കിലും ഇവരെല്ലാം മറ്റേ ട്രിവാൻഡ്രം ടീമാണ്. ഇത് കാണിക്കുന്നത് ഒരു 90s കാലഘട്ടം ഒന്നുമല്ല, നമ്മുടെയൊക്കെ അച്ഛന്മാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമായിരിക്കും. അവരുടെ കോളേജ് ലൈഫ്, അവരുടെ ഒരു +2 കഴിഞ്ഞിട്ടുള്ള കോളേജ് സമയം, മൈക്കിൾ ജാക്സൺ, ബോണിയം, റസ്പുട്ടീൻ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ മിക്സായി വന്നിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അവർക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവരൊക്കെ ഭയങ്കര ഫാൻസ് ആയിരിക്കാം, ബ്രേക്ക് ഡാൻസ് ആയി ചിലപ്പോൾ കളിച്ചിട്ടുണ്ടാവാം. അല്ലാത്ത പക്ഷം കളിക്കാൻ താല്പര്യം ഉണ്ടായതും കളിച്ചിട്ടും കോളേജ് പെർഫോമൻസ് ഒക്കെ അവർ കുറേ കണ്ടിട്ടുണ്ടാവാം. അവരുടെ ഫ്രണ്ട്സ് കുറേ പേര് ഇതിലേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. അപ്പോൾ പക്ക നമ്മുടെയൊക്കെ ഒരു അച്ഛന്മാരുടെ കോളേജ് ലൈഫ് കാണിച്ച് പോയിരിക്കുന്ന ഒരു പക്ക റെട്രോ വിൻറ്റേജ് പടം. നല്ല രസമായിട്ട് തന്നെ അവരത് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡാൻസിൻ്റെ പോർഷൻസ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ അവരെടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ജയിക്ക് എന്ന് പറഞ്ഞ കഥാപാത്രവും കിടലിനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സുര എന്ന് പറഞ്ഞ കഥാപാത്രവും അതേപോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് മ്യൂസിക് ആണെങ്കിലും അതെല്ലാം പറയാം. ഡയറക്റ്റഡ് ബൈ വിനോദ് AK, പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സംഭവം തന്നെയായിരുന്നു. ലിസ്റ്റിൻ സ്റ്റീഫനാണ് പ്രൊഡ്യൂസർ, മാജിക് ഫ്രെയിംസ്. പ്രശാന്ത് പിള്ളെ മ്യൂസിക്, അൻസർ ഷാ സിനിമാറ്റോഗ്രാഫി, കീട്ടിലൻ. ദീപു ജോസഫ് എഡിറ്റർ, കിരൺ ദാസ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ് പന്തള. ഇവരുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും പക്ക മറ്റേ ബെൽ ബോട്ടം, ബാഗിൻ്റെ തുടക്കകാലങ്ങൾ, പിന്നെ അവരുടെയൊക്കെ ഹെയർ കട്ടും ആ സ്റ്റൈലും, മറ്റേ ടൈലൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഇല്ലേ, പോലീസുകാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഉള്ള ചൊറ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കാണിച്ച് നല്ല ഡീസൻ്റ് ആയിട്ട് കാണിച്ച് പോയിട്ടുണ്ട് സിനിമയിൽ. ഇതിൽ മീനാക്ഷി രവീന്ദ്രൻ കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ ആയിട്ടുണ്ട്. ശ്രീകാന്ത് മുരളി ഇതിൽ മെയിൻ ക്യാരക്ടർ ചെയ്ത ജയിക്കിൻ്റെ അച്ഛനായിട്ടാണ്. അടിപൊളി. നമ്മൾ പലവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ആ ഒരു സമയത്തുള്ള അച്ഛന്മാരൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ്, മറ്റേ വീട്ടിലിട്ട് തല്ലി പഠിപ്പിക്കൽ, പുറത്തൊന്നും വിടാതെ കൂട്ടുകാരോടൊപ്പം കറങ്ങാനോ ഒന്നിനും സമ്മതിക്കാതെ ഫുള്ള് പഠിത്തം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടപ്പിക്കുന്ന പാരൻസാണ് നമ്മൾ കുറേയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ കുറേ മക്കളെ മനസ്സിലാക്കി, മക്കൾക്ക് വേണ്ടി സംസാരിച്ച്, അവർക്ക് വേണ്ടി അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ പോട്ടറ മോനെ എല്ലാം പോട്ടറ എന്ന് വെച്ചാൽ ഒരു മുടി വളർത്തുന്ന കേസിലാണെങ്കിലോ പഠിത്തത്തിൻ്റെ കേസിലാണെങ്കിലോ ലൈക്ക് നിനക്കെന്താണ് ഇഷ്ടം അതങ്ങ് ചെയ്യുക. ഇപ്പോഴൊക്കെ കംപ്ലീറ്റ്ലി പാരൻസൊക്കെ ആ ഒരു രീതിയിൽ തന്നെ ടോട്ടലി മാറിയിട്ടുണ്ട്. ബട്ട് ആ ഒരു കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെ ഭയങ്കര യാദൃശ്യമാണ് ഇങ്ങനത്തെ പാരൻസിനൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതിൽ പല തരത്തിലുള്ള പാരൻസിനെ കാണിക്കുന്നുണ്ട്. വീട്ടിൽ കർശനമായിട്ടുള്ള, വീട്ടിൽ പറയണ കേൾക്കാതെ പോകുന്ന ഒരു മോൻ, വീട്ടുകാരുടെ സപ്പോർട്ടോട് കൂടി ഡാൻസ് കളിക്കുന്ന പയ്യന്മാർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണിച്ചു വരുന്നുണ്ട്. ഈ ചേട്ടൻ ശ്രീകാന്ത് മുരളി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് തന്നെ പടത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഞാൻ പറയാമല്ലോ, ഒരു 2.5 മണിക്കൂർ ഇല്ലെന്നോ 2 മണിക്കൂർ ആ ഒരു വിൻറ്റേജ് കാലഘട്ടത്തിലേക്ക് ഒരു യാത്ര, ചുമ്മാ ഒരു ജേർണി, ഒരു ബസ്സിൽ കയറിയ പോലെ ഇങ്ങനെ കണ്ടൊക്കെ വരാം. ഭയങ്കര പീസ്ഫുള്ളും ഭയങ്കര ഒരു ഫീൽ ഗുഡ് പടം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നാൽ നമുക്കിങ്ങനെ കണ്ട് കുറച്ചൊക്കെ ചിരിക്കാനും, അവരുടെ ആ ഒരു ട്രിവാൻഡ്രം മൊത്തം അവരുടെ കോളേജ് കാണിക്കണമെങ്കിലും സ്ഥലങ്ങൾ മൊത്തം ട്രിവാൻഡ്രം, പഴയ ട്രിവാൻഡ്രം കാണിച്ചിരിക്കുകയാണ്. എവിടെയാണ് അത് ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് വാസ് നൈസ്, അങ്ങനെ തന്നെ പറയണം. ടോട്ടലി നോക്കുമ്പോൾ നല്ലൊരു പാക്കേജ് ആയിരുന്നു. കണ്ടിരിക്കുക എന്നുള്ളൊരു സിനിമ. ഞാൻ തിയേറ്ററിൽ എല്ലാവരും ഇടിച്ചള്ളി പോകണമെന്ന് ഞാൻ പറയില്ല. OTTയിൽ വീട്ടുകാരോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഒരുമിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ, ഞാൻ പറഞ്ഞില്ലേ, അച്ഛന്മാർക്കൊക്കെ കുറേ റിലേറ്റബിൾ ആവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ വിത്ത് മൂൺ വാക്ക്. ബൈ ബൈ.